ഹലോ ഗൈസ്, ഇന്ന് ഞാനാണ് അക്കുനെ ഒരുക്കുന്നത്. വേറെ ഒന്നല്ല, ചേച്ചി ആരവനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊയിലി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഓളെ ഒരിക്കൽ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ അടുത്തേക്ക് മീൻ വാങ്ങിച്ച് വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടു. തേങ്ങ വേറെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കളയാണ്ട് വേഗം അത് അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളി ഫസ്റ്റ് എന്തിനാണ് വഴറ്റുന്നത് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ സവാള ഒന്ന് അരിഞ്ഞതാണ്. അത് അരിഞ്ഞത് അതിൽ ചേർത്തെടുത്ത് അത് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ ചെമ്മീൻ മുളകിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതും രണ്ടും മിക്സ് ചെയ്ത് അപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റാണ്. അതിനകത്തേക്ക് നമ്മൾ അല്പം തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എൻ്റെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സന്ധ്യ ആയപ്പം തന്നെ വേഗം കുളിച്ച് വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിട്ടത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഹലോ ഗൈസ്, ഇന്ന് ഞാനാണ് അക്കുനെ ഒരുക്കുന്നത്. വേറെ ഒന്നല്ല, ചേച്ചി ആരവനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊയിലി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഓളെ ഒരിക്കൽ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ അടുത്തേക്ക് മീൻ വാങ്ങിച്ച് വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടു. തേങ്ങ വേറെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കളയാണ്ട് വേഗം അത് അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളി ഫസ്റ്റ് എന്തിനാണ് വഴറ്റുന്നത് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ സവാള ഒന്ന് അരിഞ്ഞതാണ്. അത് അരിഞ്ഞത് അതിൽ ചേർത്തെടുത്ത് അത് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ ചെമ്മീൻ മുളകിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതും രണ്ടും മിക്സ് ചെയ്ത് അപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റാണ്. അതിനകത്തേക്ക് നമ്മൾ അല്പം തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എൻ്റെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സന്ധ്യ ആയപ്പം തന്നെ വേഗം കുളിച്ച് വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിട്ടത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.